പ്രമേഹ രോഗികളിൽ തന്നെ രക്തത്തിലെ ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ അളവ് 70-ന് താഴെ വരുമ്പോൾ നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നു. ഹൈപ്പോഗ്ലൈസീമിയ പല സ്റ്റേജസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ആദ്യ സ്റ്റേജിൽ, അതായത് രക്തത്തിലെ ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ അളവ് 54-നും 70-നും ഇടയ്ക്ക് നിൽക്കുന്ന അവസ്ഥയിൽ ന്യൂറോജനിക് സിംറ്റംസ് ആണ് കാണുന്നത്. അതായത് അമിതമായ വിശപ്പ്, അമിതമായി വിയർക്കുക, അതേപോലെ കൈകാലത്ത് അരിപ്പ് പെരുപ്പ് വരിക, ക്ഷീണം വരിക, നെഞ്ചിടിപ്പ് കൂടുക, ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് ആദ്യത്തെ ഫേസിൽ വരുന്നത്. കുറച്ച് കഴിഞ്ഞ് ഹൈപ്പോഗ്ലൈസീമിയ കുറച്ച് പ്രൊലോങ് ആവുന്നതിന് ശേഷം നമുക്ക് ന്യൂറോ ഗ്ലൈക്കോപീനിക് സിംറ്റംസ് ആവുന്നു. അതായത് ബ്രെയിനിന് ഗ്ലൂക്കോസ് കുറയുമ്പോൾ വരുന്ന അവസ്ഥ. അതായത് ബോധത്തിലൊരു കുറവ് വരിക, കൺഫ്യൂഷൻ വരിക, ചിലപ്പോൾ കൂടി നിൽക്കുന്ന സമയത്ത് ഫിറ്റ്സ് വരാനുള്ള സാധ്യതയും കോമ വരാനുള്ള സാധ്യത വരെയുണ്ട്. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഹൈപ്പോഗ്ലൈസീമിയ വരാനുള്ള റിസ്ക് കൂടുതൽ? എസ്പെഷ്യലി നമ്മൾ പറയുവാണ് പ്രമേഹ രോഗികളിൽ തന്നെ ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഇൻസുലിൻ്റെ സെക്രീഷൻ കൂട്ടുന്ന ചില മരുന്നുകളുണ്ട്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ സൾഫോണിൻ, യൂറിയ, മെഗ്ലിറ്റിനേറ്റ്സ് ഗ്രൂപ്പിൽ വരുന്ന മരുന്നുകൾ. അതുപോലെ തന്നെ വയസ്സായ ആൾക്കാർ, എസ്പെഷ്യലി 75 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ, കിഡ്നിക്ക് പ്രശ്നമുള്ള ആളുകൾ, അതുപോലെ മദ്യപാനം കൊണ്ടും ചിലപ്പോൾ വരാം. അതേപോലെ ഈ ഡിമെൻഷ്യ മുതലായ രോഗങ്ങളുണ്ടെങ്കിലോ മാൽന്യൂട്രീഷൻ ഉണ്ടെങ്കിലോ എല്ലാം ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ രക്തത്തിലെ ഇൻസുലിൻ്റെയും മീലിൻ്റെയും ഒരു മിസ്മാച്ച് വരുന്നു. അതായത് ഇൻസുലിൻ എടുത്തിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക, മരുന്ന് കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക, അമിതമായ ഫിസിക്കൽ ആക്ടിവിറ്റി, അങ്ങനെയെല്ലാം വരുമ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്നതാണ്.